തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അട്ടിമറികളിൽ തെളിവ് സഹിതം ഒരു ആറ്റം ബോംബ് ചെയ്യാൻ പൊട്ടിക്കും. പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. വോട്ടാണ് നമ്മുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള അവകാശം. ആ വോട്ടിലുണ്ടായ അട്ടിമറിയാണ് രാഹുൽ ഇന്ന് രാജ്യത്തെ കാണിച്ചത്. രാഹുൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ 3 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ്. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന. നമുക്ക് എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ പ്രധാനമായും നോക്കാം. അല്ലെങ്കിൽ രാഹുലിന്റെ ആറ്റം ബോംബ്. അതായത് രാഹുൽ പറയുന്നു, വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേർ പലതവണ പട്ടികയിൽ വരുന്നു എന്നുള്ളതാണ് രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ആരോപണം. ഈ ആളുകളുടെ പേരുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത്. വ്യാജ മേൽവിലാസമുള്ള ആളുകളുടെ എണ്ണം 40,000-ൽ അധികം പേർ. ഒരേ മേൽവിലാസത്തിലുള്ള ആളുകൾ 46 പേർ. നോക്കൂ എത്രമാത്രം വലിയ അട്ടിമറിയാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ നടക്കുന്നതെന്ന്. അതുപോലെ തന്നെ മേൽവിലാസത്തിന് പകരം മേൽവിലാസമേ ഇല്ല, അവിടെ 0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മേൽവിലാസങ്ങൾ. തിരിച്ചറിയൽ ഫോട്ടോ ഇല്ലാത്ത ആളുകളുടെ എണ്ണം 4132. അടുത്തായി നോക്കൂ, ഫോം 6, അതായത് കന്നി വോട്ടിലും അട്ടിമറിയാണ്. 79-കാരനും 95-കാരനും ഒക്കെ കന്നി വോട്ട് രേഖപ്പെടുത്തിയായിട്ടുള്ള രേഖകൾ. ഒപ്പം CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്ന CCTV ദൃശ്യങ്ങൾ എവിടെയെന്ന് കമ്മീഷനോട് ചോദിക്കുമ്പോൾ അത് 45 ദിവസം കഴിഞ്ഞു, അത് നശിപ്പിച്ചു എന്ന് പറയുന്നുള്ള ചട്ടത്തിലുണ്ടാകുന്ന അട്ടിമറി, ചട്ടത്തിലെ മാറ്റം എന്നുൾപ്പെടെയുള്ള അത്യന്തം ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് ഇന്ന് രാഹുൽ ഗാന്ധി, അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലുള്ള തെളിവുകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചത്.